ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാസ് സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് PSC, UPSC പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം. ഇനി വാല്യൂന്റെ കാര്യത്തിൽ നോ ടെൻഷൻ. ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല. സോ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യൂ. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. ഹലോ എവ്രിവൺ, ബാസ് ഓൺലൈൻ ഡിഗ്രി ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 ജൂൺ ജൂലൈ ബാച്ചിലെ എക്സാം എഴുതാൻ പോകുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ വരുന്ന ജൂൺ ജൂലൈയിലെ എക്സാം ഓൾറെഡി രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നിരുന്നാലും അവർക്ക് ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റും എക്സാം രജിസ്റ്റർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് നമ്മളോട് നിരന്തരം ചോദിക്കുന്നതാണ്, അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സബ്ജക്റ്റ് മാത്രമാണ് എക്സാം സെൻറ്ററിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ, അപ്പോൾ ബാക്കി സബ്ജക്റ്റ് ഒക്കെ എന്ത് ചെയ്യും എന്ന് ഒരുപാട് സ്റ്റുഡൻസിന് ഡൗട്ട് ഉണ്ട്. അപ്പോൾ അവർക്കൊരു ഹാപ്പി ന്യൂസുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇഗ്നുവിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ അക്കാദമിക് ഇയർ പോലെ ആയിരുന്നില്ല എക്സാം രജിസ്ട്രേഷൻ ഈ ഒരു അക്കാദമിക് ഇയറിൽ നിന്ന്. ഒരുപാട് ഡിഫറൻസ് ഇഗ്നു യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് കുറേ സ്റ്റുഡൻസിന് ഒരുപാട് ഡൗട്ട് ക്രിയേറ്റ് ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും ഇഗ്നു യൂണിവേഴ്സിറ്റി പുതുതായിട്ട് ഒരു അപ്ഡേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് ഇനിയും ഓൾറെഡി എക്സാം രജിസ്റ്റർ ചെയ്ത സ്റ്റുഡൻസിന് ഇനിയും കോഴ്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ യൂണിവേഴ്സിറ്റി പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി എക്സാം രജിസ്റ്റർ ചെയ്ത സ്റ്റുഡൻസ് എല്ലാ സബ്ജക്റ്റിനും സീറ്റ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കുറേ സബ്ജക്റ്റ് നെക്സ്റ്റ് അക്കാദമിക് ഇയറിലോട്ട് എക്സാം എഴുതാൻ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് വീണ്ടും, അതായത് ഇപ്പോഴത്തെ ചാൻസിൽ തന്നെ നിങ്ങൾക്ക് വീണ്ടും എക്സാം എഴുതാനുള്ള ഒരു ഓപ്ഷൻ യൂണിവേഴ്സിറ്റി പോർട്ടലിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഓൾറെഡി എക്സാം രജിസ്റ്റർ ചെയ്തു, ഇനി എക്സാം രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഡൗട്ടൊന്നും വേണ്ട. ഇനിയും നിങ്ങൾക്ക് എക്സാം രജിസ്റ്റർ ചെയ്യാം. പക്ഷേ എക്സാം സെന്ററിന്റെ കാര്യത്തിൽ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും നിങ്ങൾക്ക്. ചിലപ്പോൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത സ്ഥലത്തായിരിക്കും എക്സാം സെന്റർ നിങ്ങൾക്ക് കിട്ടുക, അല്ലെങ്കിൽ രണ്ടാമത് രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന എക്സാം സെന്റർ ആയിരിക്കും കിട്ടുക. അപ്പം നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും അടുത്തുള്ള എക്സാം സെന്റർ രണ്ടാമത് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം. അപ്പോൾ ഓൾറെഡി അപ്ലൈ ചെയ്ത സ്റ്റുഡൻസിന് ഇനി ദൂരത്തോട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു പക്ഷേ അവിടേക്കായിരിക്കും നിങ്ങൾക്ക് എക്സാം സെന്റർ കിട്ടുക. അപ്പോൾ ദൂരത്തോട്ട് പോകാൻ ബുദ്ധിമുട്ടൊന്നുമില്ല എന്നുള്ള സ്റ്റുഡൻസ് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യൂണിവേഴ്സിറ്റിയുടെ ഒരു പുതിയ അപ്ഡേഷൻ ആണെങ്കിലും ഇത് എത്രത്തോളം പോസിബിൾ ആവും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ ഒരുപാട് ദൂരെയായിരിക്കും നിങ്ങൾക്ക് എക്സാം സെന്റർ കിട്ടുക. അപ്പം അത് നിങ്ങൾ റൂൾസ് ആൻഡ് റെഗുലേഷൻ കറക്റ്റ് ആയിട്ട് എല്ലാം വായിച്ച് ഫോളോ അപ്പ് ചെയ്തതിന് ശേഷം മാത്രം തീരുമാനിക്കുക നിങ്ങൾ എക്സാം രജിസ്റ്റർ ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യം. അപ്പം അത് നിങ്ങൾ മറക്കരുത്. ദൂരത്തോട്ട് എക്സാം സെന്റർ കിട്ടിയാലും അവിടെ എക്സാം എഴുതാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ മാത്രം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, സ്റ്റുഡൻറ് പോർട്ടൽ വഴിയാണ് നിങ്ങൾ എല്ലാവരും എക്സാം രജിസ്റ്റർ ചെയ്യുന്നത് എന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ എക്സാം രജിസ്റ്റർ ചെയ്യുമ്പോൾ ആഡ് ന്യൂ കോഴ്സ് ഇൻ എക്സാം ഫോം, അങ്ങനെ പുതിയൊരു പോർട്ടലായിട്ട്, പുതിയൊരു ഓപ്ഷൻ ആയിട്ടാണ് നമ്മുടെ എക്സാം രജിസ്ട്രേഷനിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതൊരു അഡീഷണൽ പോർട്ടലാണ്. അപ്പോൾ അത് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സബ്ജക്റ്റും എക്സാം സെൻറ്ററും അതിൽ സീറ്റ് അവൈലബിൾ ആവുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പല കോളേജിലും ഇപ്പോൾ സീറ്റ് അവൈലബിൾ അല്ല. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ കൊടുക്കുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം കൊടുക്കുക. നമ്മുടെ സ്റ്റുഡൻസ് ആരും ടെൻഷൻ അടിക്കേണ്ട. നിങ്ങളുടെ ഈ സർവീസ് കംപ്ലീറ്റ് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ആ കാര്യം നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. അപ്പോൾ പുറമെയുള്ള സ്റ്റുഡൻസിന് ഞാൻ വീണ്ടും ക്ലിയർ ആക്കി തരികയാണ്. ചെയ്യുമ്പോൾ കറക്റ്റ് ഡീറ്റെയിൽസ് എല്ലാം ക്ലിയർ ആയിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള എക്സാം സെന്റർ ആണെങ്കിൽ മാത്രം രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇഗ്നുവിന്റെ പുതിയൊരു അപ്ഡേഷനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് എത്രത്തോളം പോസിബിൾ ആയിരിക്കും എന്നുള്ളതിൽ നമുക്ക് യാതൊരു ഉറപ്പുമില്ല. ഇഗ്നുവിന്റെ പുതിയൊരു അപ്ഡേഷൻ ആണ്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. എനിവേ, താങ്ക് യു.